Celebrating 50 years. Majestic Jewelers. തിരുരങ്ങാടി നഗരസഭാ കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി മണ്ണ് കടത്തി. പരാതി നൽകി മാസങ്ങളായിട്ടും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും സർക്കാരിന് ഈ ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ടായിട്ടെന്നും ജിയോളജി വകുപ്പ് കണ്ടെത്തിയിട്ടും ചെറുവിരലനക്കാതെ നഗരസഭാ ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്നാണ് ആക്ഷേപം. തിരൂരങ്ങാടി ചെമ്മാട് നിർമ്മിക്കുന്ന നഗരസഭാ കോംപ്ലക്സ് നിർമ്മാണം മറയാക്കി വ്യാപകമായി മണ്ണ് കടത്തിക്കൊണ്ട് പോയെന്നാണ് ആക്ഷേപം. ഈ ഇനത്തിൽ സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായും പരാതിയിൽ പറയുന്നു. പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിയാണ് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി ഇത്രയും ദിവസമായിട്ടും പരാതിയിൽ ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല. പരാതിയെക്കുറിച്ച് പിന്നീട് നഗരസഭയും അന്വേഷിച്ചിട്ടുമില്ല. സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. മാസങ്ങൾക്ക് മുമ്പേ ചിലരിൽ മാത്രം ഒതുങ്ങി മണ്ണ് കടത്തിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് ഇടതു യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മണ്ണ് കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങൾ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചതോടെയാണ് മണ്ണ് കടത്തുമായി ബന്ധപ്പെട്ട സർക്കാരിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന് ഭരണതലവന്മാരും ഉദ്യോഗസ്ഥ വിഭാഗവും കൂട്ടുനിൽക്കുകയാണെന്നും പരാതിക്കാരനായ AIYF മണ്ഡലം സെക്രട്ടറി AP സോലിഹ് തങ്ങൾ പറഞ്ഞു. തിരൂരങ്ങാടി നഗരസഭാ കോംപ്ലക്സിൽ നിന്നും വ്യാപകമായി മണ്ണ് കടത്തിക്കൊണ്ടുപോയതിൻ്റെ നിരവധി പരാതികൾ ഉയർന്നു വരികയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 18,400 രൂപ മുനിസിപ്പൽ സെക്രട്ടറിയോട് ജിയോളജിയിൽ അടവാക്കാൻ വേണ്ടി ഫൈൻ ഈടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി AIYF നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണം വരെ തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവസാന സമയം ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറി തിരൂരങ്ങാടി പോലീസിൽ നൽകിയ പരാതി ഒരു ക്രിമിനൽ കുറ്റമായിട്ട് പോലും ഒരു കോഗ്നൈസബിൾ കുറ്റകൃത്യമായിട്ട് പോലും ഇത്ര നാളുകളായിട്ട് ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാനോ തുടരന്വേഷണം നടത്താനോ വീഴ്ച വരുത്തി തിരൂരങ്ങാടി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഒരു വ്യാപകമായിട്ടുള്ളൊരു മോഷണം ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വ്യാപകമായിട്ടുള്ളൊരു മോഷണം നടന്നിട്ട് പോലും ആ ഭാഗം തിരിഞ്ഞു നോക്കാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയാണ്. അഴിമതി ചൂണ്ടിക്കാട്ടി സോലിഹ് തങ്ങളാണ് ആദ്യം പരാതി നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയത്. ഇതേ തുടർന്നാണ് നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത്. സർക്കാരിനുണ്ടായ നഷ്ടം കുറ്റക്കാരിൽ നിന്ന് തന്നെ ഈടാക്കണം എന്നും പരാതിയിൽ സോലിഹ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുനിസിപ്പൽ സെക്രട്ടറിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ തിരൂരങ്ങാടി പോലീസ് ഒഴിഞ്ഞു മാറുകയാണ്. അതായത് നിയമം പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ, നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ നഗ്നമായിട്ടുള്ള നിയമലംഘനം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ തിരൂരങ്ങാടിയിൽ കണ്ടത്. അവിടുത്തെ മുൻ ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും വ്യക്തമായിട്ടുള്ള പങ്കുള്ളതിനാലാണ് നാളിതുവരെയായി മണ്ണ് കടത്തിയതിന് പോലീസിലും മറ്റ് അധികാര സ്ഥാനങ്ങളിലും ബന്ധപ്പെട്ട നഗരസഭ പരാതി നൽകാതെ ഇരുന്നത്. ഞങ്ങൾ ആൾറെഡി ഇതിൽ പരാതി കൊടുത്തതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജിയോളജിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജിയോളജിക്കാരെ അറിയിച്ചതും പിന്നീട് അതിനുശേഷം ബന്ധപ്പെട്ട ജിയോളജിക്ക് AIYF നേരിട്ടും പരാതി നൽകിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുള്ളതും ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മണ്ണ് കടത്തിയവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ മുനിസിപ്പാലിറ്റിക്കും ജിയോളജിക്കും പോലീസിനുമുണ്ട്. കാരണം രേഖാമൂലം മണ്ണ് കടത്തിയവർ സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതിയിൽ അടക്കം കൊടുത്ത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടക്കം ജിയോളജിയുടെയും മുനിസിപ്പാലിറ്റിയുടെയും കൈവശത്തിലുള്ളതാണ്. എന്നിട്ട് ഇവർ പ്രതികളെ അറിയാത്ത പോലെ ഇരുട്ടിൽ തപ്പുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. കൃത്യമായ മോഷണം തന്നെയാണ് ഇവിടെ നടന്നതെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. ഇത്തരം കേസുകളിൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്ത നടപടി സ്വീകരിക്കണമെന്ന നിയമവും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. നടപടിയുണ്ടാക്കാത്ത പക്ഷം പ്രത്യാശമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു.